വെൽക്കം ടു ഫിസിക്സ് ക്ലാസ് റൂം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം എന്ന ടോപ്പിക്കാണ്. നമ്മൾ പഠിക്കുന്ന ചാപ്റ്റർ ലോസ് ഓഫ് മോഷൻ ആണ്. വാട്ട് ഈസ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം? അതിൻ്റെ ഡെഫിനേഷൻ നമുക്ക് ഇങ്ങനെ പറയാം: ദി ടോട്ടൽ മൊമെൻറ്റം ഓഫ് ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം ഓഫ് ഇൻ്ററാക്റ്റിംഗ് പാർട്ടിക്കിൾസ് ഈസ് കൺസർവ്ഡ്. ഒരു ഐസൊലേറ്റഡ് സിസ്റ്റം, ഇതാണ് ഐസൊലേറ്റഡ് സിസ്റ്റം. ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് പറയുമ്പോൾ ബാഹ്യബലങ്ങൾ ഒന്നും പ്രവർത്തിക്കാത്ത സിസ്റ്റമാണ് ഐസൊലേറ്റഡ് സിസ്റ്റം. പിന്നെ ഐസൊലേറ്റഡ് സിസ്റ്റത്തിലെ ആകെ മൊമെൻറ്റം എപ്പോഴും എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ബാഹ്യബലങ്ങളില്ല എന്ന് പറഞ്ഞാൽ, ഉദാഹരണത്തിന് നമ്മൾ സെക്കൻഡ് എടുക്കുമ്പോൾ എഫ് എക്സ്റ്റേണൽ ഈസ് ഈക്വൽ ടു ഡി പി ബൈ ഡി ടി എന്നാണല്ലോ നമ്മൾ എഴുതുന്നത്. ലോയെ നമുക്ക് അങ്ങനെ എഴുതാം. എക്സ്റ്റേണൽ ഫോഴ്സ് എഫ് എക്സ് ടി ഈസ് ഈക്വൽ ടു 0 ആണെങ്കിൽ മാത്തമാറ്റിക്സ് അനുസരിച്ച് റൈറ്റ് ഹാൻഡ് സൈഡും 0 ആയിരിക്കും. ഫോഴ്സ് പുറത്തുനിന്നുള്ള ഫോഴ്സുകളൊന്നും ഇല്ല എങ്കിൽ സമയത്തിനനുസരിച്ച് ഡി പി ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ സമയത്തിനനുസരിച്ച് മൊമെൻറ്റം മാറുന്നില്ല എന്നാണ്. ഡി പി ബൈ ഡി ടി 0, ദെൻ പി ഈസ് എ കോൺസ്റ്റൻറ്റ്. ഒരു സിസ്റ്റം എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ പാർട്ടിക്കിൾസ് ഉണ്ടാവാം, 2 അതിലധികം ധാരാളം പാർട്ടിക്കിൾസ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ സിസ്റ്റത്തിലേക്ക് പുറത്തുനിന്ന് ഫോഴ്സ് പ്രയോഗിക്കുന്നില്ല, പക്ഷേ ദെയർ ഈസ് ഇൻറ്റേർണൽ ഫോഴ്സസ്. അവർ തമ്മിൽ പരസ്പരം കൊളിഷനോ അങ്ങനെയുള്ള ഇൻ്ററാക്റ്റിംഗ് ഫോഴ്സുകൾ പലതും അവിടെ ഉണ്ടാകുകയാണെങ്കിൽ ടോട്ടൽ മൊമെൻറ്റം എപ്പോഴും 0 ആയിരിക്കും. ഇതിന് കുറച്ചുകൂടെ ഭംഗിയായിട്ട് എൻ്റെ ഡെഫിനിഷൻ പറഞ്ഞാൽ, ഇഫ് ദെയർ ഈസ് നോ എക്സ്റ്റേണൽ ഫോഴ്സ്, ഈ ഇക്വേഷൻ നോക്കിയിട്ട് നമുക്ക് പറഞ്ഞാൽ, ഇഫ് ദെയർ ഈസ് നോ എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ടിങ്, ദ ടോട്ടൽ മൊമെൻറ്റം ഓഫ് ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. നോ ഫോഴ്സസ്. ഇഫ് ദെയർ ഈസ് നോ ഫോഴ്സസ് ആക്ടിങ്, ടോട്ടൽ മൊമെൻറ്റം റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. മൊമെൻറ്റം കോൺസ്റ്റൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എം വി കോൺസ്റ്റൻറ്റ് ആയിരിക്കും. ഇത് ഫസ്റ്റ് ലോയുടെ ഒരു ഭാഗം കൂടിയാണ്. കാരണം വെലോസിറ്റി കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞാൽ ഇനർഷ്യ വസ്തുവിനുണ്ട് എന്നും ഫസ്റ്റ് ലോ നമുക്ക് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാം എന്നും പറയുന്നു. ഇതിൻ്റെ 2 കോൺസിക്വൻസസ് ആണ്. ഒന്ന്, റീകോയിൽ ഓഫ് ഗൺ. റീകോയിൽ ഓഫ് ഗൺ എന്ന് പറയുന്ന ഒരു പ്രതിഭാസവും, രണ്ടാമത്തേത് നമുക്ക് കൊളിഷനിലും നമുക്ക് ഈ കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. റീകോയിൽ ഓഫ് ഗൺ എടുത്ത് നോക്കിയാൽ, വാട്ട് ഈസ് റീകോയിൽ ഓഫ് ഗൺ? ഒരു ഗണ്ണിൽ നിന്നും വെടിയുതിർക്കുന്ന സമയത്ത് ആ ഗണ്ണ് ബാക്ക്വേഡായിട്ട് മൂവ് ചെയ്യുന്നു. ദി ബാക്ക്വേഡ് മോഷൻ of a gun when a bullet is fired from it. ഇതിനെയാണ് നമുക്ക് റീകോയിൽ ഓഫ് ഗൺ എന്ന് പറയുന്നത്. നമുക്കറിയാം, റീകോയിൽ ഓഫ് ഗണ്ണിൽ ടോട്ടൽ മൊമെൻറ്റം ബിഫോർ ഇമ്പാക്റ്റ്, കൺസർവേഷൻ നിയമം അനുസരിച്ച് ഈ സംഭവം നടക്കുന്നതിന് മുമ്പ്, ഫയറിംഗ് എന്ന് പറയുന്ന സംഭവം നടക്കുന്നതിന് മുമ്പ് ഉള്ള ടോട്ടൽ മൊമെൻറ്റവും ഫയറിംഗ് നടന്നതിന് ശേഷമുള്ള ടോട്ടൽ മൊമെൻറ്റവും എന്തായിരിക്കണം? കോൺസ്റ്റൻ്റ് ആയിരിക്കണം. ഒരു ഗൺ നമ്മളെടുത്താൽ ഫയർ ചെയ്യുന്നതിന് മുമ്പ് ഗണ്ണിനുള്ളിലാണ് വെടിയുണ്ട. ഫയർ ചെയ്തതിന് ശേഷം നമ്മളെടുത്ത് പരിശോധിച്ചാൽ വെടിയുണ്ട പുറത്തേക്ക് പോകുന്നു, അല്ലേ? അപ്പോൾ ഫയർ ചെയ്യുന്നതിന് മുമ്പ് ആകെ മൊമെൻറ്റം ബിഫോർ ഫയറിംഗ് ഷുഡ് ബി ഈക്വൽ ടു ടോട്ടൽ മൊമെൻറ്റം ആഫ്റ്റർ ഫയറിംഗ്.
വെടി ഉതിർക്കുന്നതിന് മുമ്പ് എത്ര ടോട്ടൽ മൊമെൻറ്റം ഉണ്ടോ ഈ സിസ്റ്റം, ഇപ്പോൾ സിസ്റ്റം എന്ന് പറയുന്നത് തോക്കും വെടിയുണ്ടയും തമ്മിലുള്ള അവർ രണ്ടുപേരുമാണ് സിസ്റ്റം, പുറത്തുനിന്ന് ബാഹ്യബലങ്ങളൊന്നും ഇല്ലാത്ത കാലത്തോളം. അതുപോലെ ആഫ്റ്റർ ഫയറിംഗ് ആകുമ്പോൾ വെടിയുണ്ട മുന്നോട്ട് ചലിക്കുന്നു, അതിന് ആനുപാതികമായിട്ട് അല്പം ഗണ്ണ് ബാക്കിലേക്ക് ചലിക്കുന്നു. ഇപ്പോൾ ഇവിടെ ദറ്റ് എം ബി ദി മാസ് ഓഫ് ദ ഗൺ, ക്യാപിറ്റൽ എം ബി ദ മാസ് ഓഫ് ദ ഗൺ ആൻഡ് സ്മാൾ എം ബി ദി മാസ് ഓഫ് ദ ബുള്ളറ്റ്. അതുപോലെ ബുള്ളറ്റ് മുന്നോട്ട് സഞ്ചരിക്കുന്ന മസിൽ വെലോസിറ്റിയെ നമുക്ക് ക്യാപിറ്റൽ ബി എന്ന് കൊടുക്കാം. റീകോയിൽ വെലോസിറ്റി ബാക്കിലേക്കാണ്. വെടിയുണ്ട മുന്നോട്ട് സഞ്ചരിക്കുന്നു, ഒരു വലിയൊരു വെലോസിറ്റിയിലാണ് സഞ്ചരിക്കുന്നത്. സോ സ്മോൾ വി മേ ബി ദ റീകോയിൽ വെലോസിറ്റി ആൻഡ് ക്യാപിറ്റൽ ബി മേ ബി ദ മസിൽ വെലോസിറ്റി ഓഫ് ദ ബുള്ളറ്റ്. അപ്പോൾ ഇവിടെ ടോട്ടൽ മൊമെൻറ്റം ബിഫോർ ഫയറിംഗ് ചെയ്യുന്നതിന് മുമ്പ് വെടിയുണ്ടയും തോക്കും 0 വെലോസിറ്റിയിലാണ്, അതുകൊണ്ട് മൊമെൻറ്റം 0 ആയിരിക്കും. റൈറ്റ് ഹാൻഡ് സൈഡിൽ തോക്കിന് ഒരു മൊമെൻറ്റം ഉണ്ട്, ക്യാപിറ്റൽ എം ഇൻറ്റു സ്മോൾ വി പ്ലസ് മൊമെൻറ്റം ഓഫ് ദ ബുള്ളറ്റിന് മാസ് ചെറുതും വെലോസിറ്റി വലുതും ആയിരിക്കും. ദെയർഫോർ ക്യാപിറ്റൽ 0 ഈസ് ഈക്വൽ ടു എം വി പ്ലസ് എം വി എന്നെഴുതാം. മൈനസ് ക്യാപിറ്റൽ എം വി ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവരാം. അതുപോലെ സ്മോൾ എം വി അവിടെ തന്നെ ഇട്ടേക്കുക. സ്മോൾ വി ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ മൈനസ് ക്യാപിറ്റൽ എം വി താഴേക്ക് കൊണ്ടുവരും, ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക. ക്യാപിറ്റൽ എം ഇൻറ്റു ക്യാപിറ്റൽ വി, ഒരു മൈനസ് സൈൻ ഉണ്ട്. ഇതാണ് റീകോയിൽ വെലോസിറ്റി ഓഫ് ദ ഗൺ. ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതിയാൽ നെഗറ്റീവ് സൈൻ വരാൻ കാരണം ക്യാപിറ്റൽ വി ഈസ് ഓപ്പോസിറ്റ് ടു സ്മോൾ വി and it is in the ratio minus my capital M. ആ റേഷ്യോയിലാണ് വരുന്നത്. ഇതാണ് റീകോയിൽ വെലോസിറ്റിയുടെ ഇക്വേഷൻ. വാട്ട് ഈസ് റീകോയിൽ വെലോസിറ്റി ഒന്നുകൂടെ പറയാം. ബാക്ക്വേർഡ് മോഷൻ ഓഫ് എ ഗൺ വെൻ എ ബുള്ളറ്റ് ഈസ് ഫയേർഡ് ഫ്രം ഇറ്റ് ഈസ് കാൾഡ് റീകോയിൽ ഓഫ് ദ ഗൺ. ഓക്കെ. കൺസർവേഷൻ ഓഫ് മൊമെൻറ്റത്തിൽ രണ്ടാമത്തെ കോൺസിക്വൻസ് ആണ് കൊളിഷൻ. So what is collision? Collision is the interaction between നമ്മൾ കേട്ടിട്ടുള്ളതാണ്. there is an interaction between two bodies. രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ഇൻ്ററാക്ഷനാണ് കൊളിഷൻ എന്ന് പറയുന്നത്. കൂടുതൽ ഡെഫിനേഷൻ നമ്മൾ വരും ചാപ്റ്ററുകളിലൊക്കെ പഠിക്കും. സോ കൊളിഷൻ എന്ന് പറയുന്ന ഒരു വസ്തു മറ്റൊരു വസ്തുവിനെ ഇടിക്കുക, ഫിസിക്കലായിട്ടോ മറ്റേതെങ്കിലും രീതിയിൽ അതിൻ്റെ പാതയിൽ വ്യതിയാനം വരുന്ന രീതിയിൽ അതിനെ ഏതെങ്കിലും തരത്തിൽ ഇഫക്റ്റ് ചെയ്യുക, അതിനെയാണ് കൊളിഷൻ എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് നമുക്ക് ഇടിക്കുക എന്ന് പറയാം. ഇപ്പോൾ എ എന്ന പാർട്ടിക്കിൾ അതിൻ്റെ മാസ് m1 ആണ്. അത് ഒരു നിശ്ചിത വെലോസിറ്റി സഞ്ചരിക്കുന്നു, u1 വെലോസിറ്റി സഞ്ചരിക്കുന്നു. മറ്റൊരു ബോഡി ബി എന്ന് പറയുന്ന ബോഡിയാണ്, അത് മറ്റൊരു മാസ് ഉണ്ട്, അത് മറ്റൊരു വ്യത്യസ്ത വെലോസിറ്റി സഞ്ചരിക്കുന്നു. അത് പരസ്പരം ഇടിക്കുന്നു. ഇടിക്ക് ശേഷം അത് എൻ്റെ വെലോസിറ്റി മേ ചേഞ്ച്. മാസിന് യാതൊരു വ്യത്യാസം വരില്ല, പക്ഷേ വെലോസിറ്റി ലെറ്റ് ഇറ്റ് ബി v1. അത് അടുത്ത വസ്തു m2 മാസ് തന്നെയാണ്, പക്ഷേ അതിൻ്റെ വെലോസിറ്റി മാറുന്നു. സോ ഇവിടെ പറയുന്നത് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ടോട്ടൽ മൊമെൻറ്റം ബിഫോർ ദിസ് ഇമ്പാക്റ്റ് മസ്റ്റ് ബി ഈക്വൽ ടു ടോട്ടൽ മൊമെൻറ്റം ആഫ്റ്റർ ഇമ്പാക്റ്റ് പ്രൊവൈഡഡ് എക്സ്റ്റേണൽ ഫോഴ്സ് ഈസ് ഈക്വൽ ടു 0.
പുറത്തുനിന്ന് ബാഹ്യബലങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇവർ തമ്മിലുള്ള ഇൻ്ററാക്ഷൻ മൂലം അവരുടെ മൊമെൻറ്റത്തിൽ വ്യത്യാസം ഉണ്ടാകും, ഇൻഡിവിജ്വൽ മൊമെൻറ്റത്തിൽ വ്യത്യാസം ഉണ്ടാകും. അതായത് M1ൻ്റെ മൊമെൻറ്റം ഇടിക്ക് മുമ്പും ഇടിക്ക് ശേഷവും വ്യത്യാസം ഉണ്ടാകും. അതുപോലെ ആ വ്യത്യാസങ്ങൾ ആർക്ക് തുല്യമായിരിക്കും? ഇടിക്ക് മുമ്പ് ഇടിക്ക് ശേഷവുമുള്ള രണ്ടാമത്തെ പാർട്ടിക്കിളിൻ്റെ മൊമെൻറ്റത്തിൽ വ്യത്യാസം ഉണ്ടാകും. ഇപ്പം ന്യൂട്ടൻ്റെ തേർഡ് ലോ നമുക്കറിയാം. ബി ഫോഴ്സ് എയിൽ എ എന്ന് പറയുന്ന ബോഡി ബി എന്ന് പറയുന്ന ബോഡിയിൽ ഫോഴ്സ് പ്രയോഗിച്ചാൽ അതിന് ഈക്വലും ഓപ്പോസിറ്റുമായിട്ടുള്ള ഒരു ഫോഴ്സ് ബി എയിൽ പ്രയോഗിക്കും. അല്ലെങ്കിൽ നമുക്ക് ചേഞ്ച് ഇൻ മൊമെൻറ്റം, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഓഫ് ഫസ്റ്റ് ബോഡി വിത്ത് റെസ്പെക്ട് ടു ടൈം മസ്റ്റ് ബി ഈക്വൽ ടു എന്താണ്? രണ്ടാമത്തെ വസ്തുവിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഡിപ്പെൻഡ് ചെയ്യുന്നു. മൊമെൻറ്റത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസം ഇടിക്ക് മുമ്പും ഇടിക്ക് ശേഷവും ഒന്നാമത്തെ പാർട്ടിക്കിളിൻ്റെ മൊമെൻറ്റത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസം മസ്റ്റ് ബി ഈക്വൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഓഫ് ദ സെക്കൻഡ് ബോഡി. ഇത് നമുക്ക് എഴുതാം. ഒരേ സമയമാണെങ്കിൽ നമുക്ക് ടൈം ഒഴിവാക്കാം. അപ്പോൾ അടുത്ത ഇക്വേഷൻ എഴുതുമ്പോൾ ചേഞ്ച് ഓഫ് മൊമെൻറ്റം എന്ന് പറയുന്നത് ഫൈനൽ മൊമെൻറ്റം ഓഫ് ദ ഫസ്റ്റ് ബോഡി, അത് M1 V1 ആണ്, മൈനസ് ഒന്നാമത്തെ വസ്തുവിൻ്റെ ഇടിക്ക് മുമ്പുള്ള വെലോസിറ്റി M1 U1. ദാറ്റ് മസ്റ്റ് ബി ഈക്വൽ ടു ഇടിക്ക് ശേഷമുള്ള രണ്ടാമത്തെ പാർട്ടിക്കിളിൻ്റെ മൊമെൻറ്റം M2 V2 മൈനസ് M2 U2, രണ്ടാമത്തെ പാർട്ടിക്കിളിൻ്റെ ഇടിക്ക് മുമ്പുള്ള മൊമെൻറ്റം. ഇതിൻ്റെ വ്യത്യാസങ്ങൾ ആർക്ക് തുല്യമായിരിക്കും? ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിരിക്കും. ചേഞ്ച് ഫോഴ്സ് മാറുന്നതനുസരിച്ച് മൊമെൻറ്റത്തിലും വ്യത്യാസം ഉണ്ടാകും. സോ നമുക്ക് ഇക്വേഷൻ ഇങ്ങനെ എഴുതാം. M1 V1 മൈനസ് M1 U1 ഈസ് ഈക്വൽ ടു മൈനസ് M2 U2 മൈനസ് M2 U2. ഇവിടെ ഇക്വേഷൻ ഒന്നുകൂടെ നമുക്ക് വ്യക്തമായിട്ട് എഴുതിയാൽ M1 V1 മൈനസ് M1 U1 ഈസ് ഈക്വൽ ടു മൈനസ് M2 V2 പ്ലസ് M2 U2. ഇതിലെ നെഗറ്റീവ് സൈനുള്ള ടേമിനെ സമത്തിൻ്റെ ഇടതുവശത്തും മറുവശത്തേക്കും കൊണ്ടുവരാം. therefore M1 V1 plus M2 V2 is equal to M1 U1 plus M2 U2 എന്ന് നമുക്ക് റീറൈറ്റ് ചെയ്യാം. ഇവിടെ നോക്കിയാൽ അറിയാം, ഇടിക്ക് മുമ്പുള്ള ടോട്ടൽ മൊമെൻറ്റം M1 U1 plus M2 U2 ഈസ് ഈക്വൽ ടു, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അതുപോലെ M1 V1 പ്ലസ് M2 V2, അതായത് ടോട്ടൽ മൊമെൻറ്റം ആഫ്റ്റർ ഇമ്പാക്റ്റ് കൊളിഷനാണ്, ഈസ് ഈക്വൽ ടു ടോട്ടൽ മൊമെൻറ്റം ബിഫോർ ഇമ്പാക്റ്റ് അല്ലെങ്കിൽ കൊളിഷൻ. അപ്പോൾ ടോട്ടൽ മൊമെൻറ്റം ആഫ്റ്റർ കൊളിഷൻ ഈസ് ഈക്വൽ ടു ടോട്ടൽ മൊമെൻറ്റം ബിഫോർ കൊളിഷൻ. ദിസ് ഈസ് ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം. കൺസർവേഷൻ ഓഫ് മൊമെൻറ്റത്തെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു കൊളിഷൻ ആണിത്. ഒരു രണ്ടാമത്തെ കോൺസിക്വൻസ് ആണ് കൊളിഷൻ. അപ്പോൾ അത് നമ്മളൊന്ന് ശ്രദ്ധയിൽ വെക്കുക. അടുത്ത് നമുക്ക് പഠിക്കേണ്ടത് ഇക്വിലിബ്രിയം ഓഫ് കൺകറന്റ് ഫോഴ്സസ്. എന്താണ് കൺകറന്റ് ഫോഴ്സ്? ഫോഴ്സസ് വിച്ച് ആക്ട് at the same point. ഇതിനെയാണ് നമ്മൾ കൺകറന്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഒരു പോയിന്റിൽ മാത്രം അനുഭവപ്പെടുന്ന ഫോഴ്സിനെയാണ്, അനേകം ഫോഴ്സുകൾ, രണ്ടോ അതിൽ കൂടുതലോ ഫോഴ്സുകൾ ഒരു സിംഗിൾ പോയിന്റിൽ അനുഭവപ്പെടാം. അതിനെയാണ് നമുക്ക് കൺകറന്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഒരു M മാസ്സുള്ള ഒരു ചെറിയൊരു പാർട്ടിക്കിളിൽ
വലതുവശത്തേക്ക് ഒരു 5 ന്യൂട്ടൺ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു എങ്കിൽ അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ സെയിം ഫോഴ്സ് അനുഭവപ്പെടുന്നു എങ്കിൽ നമുക്ക് ഈ രണ്ട് ഫോഴ്സുകൾ ഇപ്പോൾ ഈ ബോഡിയെ ബാലൻസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ ബോഡി റെസ്റ്റിലായിരിക്കും, മറ്റ് യാതൊരു ഫോഴ്സുകളും അവിടെ അനുഭവപ്പെടുന്നില്ല. അപ്പോൾ 5 ന്യൂട്ടൺ ഫോഴ്സ് വലതുവശത്തേക്ക് അനുഭവപ്പെടുന്നു, അതേ ഫോഴ്സ് തന്നെ ഇടതുവശത്തേക്ക് അനുഭവപ്പെടുന്നെങ്കിൽ ഈ വസ്തു റെസ്റ്റിലായിരിക്കും. അപ്പോൾ ഈ വസ്തു ഇക്വലിബ്രിയത്തിലാണ് എന്ന് നമുക്ക് പറയാം. സോ ദിസ് പാർട്ടിക്കിൾ ഈസ് ഇൻ ഇക്വലിബ്രിയം. ഇതിൽ അനേകം ഫോഴ്സുകൾ ചിലപ്പോൾ അനുഭവപ്പെടാം, അനേകം ഫോഴ്സുകൾ ഒരു പാർട്ടിക്കിളിൽ തന്നെ അനേകം ഫോഴ്സുകൾ അനുഭവപ്പെടാം. അപ്പോൾ അങ്ങനെ ഫോഴ്സുകൾ രണ്ടോ അതിൽ കൂടുതലോ ഫോഴ്സുകൾ അനുഭവപ്പെടുമ്പോൾ അതിൻ്റെ ഇക്വലിബ്രിയം കണ്ടുപിടിക്കാൻ നമുക്ക് പല മെത്തേഡുകൾ നമുക്ക് അപ്ലൈ ചെയ്യാം. വെക്റ്റർ അഡീഷനാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത്. ഉദാഹരണത്തിന് 2 ഫോഴ്സുകൾ ഒരു വസ്തുവിൽ അനുഭവപ്പെടുന്നു. ഒരു പോയിന്റിൽ 2 ഫോഴ്സുകൾ അനുഭവപ്പെടുന്നു. ഒന്നാമത്തെ ഫോഴ്സിനെ ലെറ്റ് ഇറ്റ് ബി F1, രണ്ടാമത്തെ ഫോഴ്സ് F2. 2 ഫോഴ്സുകൾ അനുഭവപ്പെടുന്നു. അപ്പോൾ ഇതിൻ്റെ റിസൾട്ടൻ്റ് ഫോഴ്സ് കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ച പാരലോഗ്രാം ലോ അപ്ലൈ ചെയ്യാവുന്നതാണ്. പാരലോഗ്രാം ലോ അപ്ലൈ ചെയ്താൽ പാരലോഗ്രാം ലോ അനുസരിച്ച് റിസൾട്ടൻ്റ് എന്ന് പറയുന്ന R വെക്റ്റർ എന്ന് പറയുന്നത് F1 + F2 ആണ്. റിസൾട്ടൻ്റ് ഫോഴ്സ് ഡയഗണൽ ഓഫ് ദ പാരലോഗ്രത്തിന് ഡയഗണലാണ്. എന്നാൽ ഇതിന് ഈ ഫോഴ്സുകൾക്ക് F1 + F2 എന്നതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മറ്റൊരു ഫോഴ്സ്, രണ്ടിനും ഈക്വൽ ആയിട്ടുള്ള ഒരു ഫോഴ്സ് അനുഭവപ്പെട്ടാൽ ആ ഫോഴ്സ് നമുക്ക് F3 എന്ന് കൊടുക്കാം. അങ്ങനെ ഒരു ഫോഴ്സ് വരികയാണെങ്കിൽ ഈ പോയിൻ്റ് എന്തായിരിക്കും? ഇക്വലിബ്രിയത്തിലായിരിക്കും. അപ്പോൾ 2 ഫോഴ്സുകൾ F1, F2 2 ഫോഴ്സുകൾ അപ്ലൈ ചെയ്യപ്പെടുന്ന ഈ പോയിൻ്റ് ഇക്വലിബ്രിയത്തിൽ വരുമ്പോൾ അതിനുള്ള സാധ്യത F1 + F2 എന്ന് പറയുന്ന 2 ഫോഴ്സുകളുടെ സം ഈക്വലും ഓപ്പോസിറ്റുമായ മറ്റൊരു ഫോഴ്സ് ഇവിടെ അപ്ലൈ ചെയ്യുന്നു, അത് F3 എന്ന് പറയാം. സോ F3 ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ടു ദി സം ഓഫ് F1 + F2. ഇപ്പോൾ അത് ആ പോയിൻ്റ് ഫോഴ്സുകൾ അനുഭവപ്പെടുന്ന ആ പോയിൻ്റ് ഇക്വലിബ്രിയത്തിലാണ്. സോ ദിസ് ഈസ് ദ കണ്ടീഷൻ ഫോർ ഇക്വലിബ്രിയം ഓഫ് കൺകറൻറ്റ് ഫോഴ്സസ്. അപ്പോൾ ഈ നെഗറ്റീവ് സൈനുള്ള ടേം -F1 - F2 എന്ന് എഴുതാൻ ഇടതുവശത്തേക്ക് വരുമ്പോൾ F1 + F2 + F3 എന്ന് എഴുതാം. ഫോഴ്സുകൾ 3 ഫോഴ്സുകൾ ടോട്ടൽ ഈസ് ഈക്വൽ ടു 0 എന്ന് എഴുതാം. ദിസ് ഈസ് ദ കണ്ടീഷൻ ഫോർ ഇക്വലിബ്രിയം ഓഫ് കൺകറൻറ്റ് ഫോഴ്സസ്. ഇവിടെ അനേകം ഫോഴ്സുകളുണ്ട്. ഇഫ് ദർ ആർ n ഫോഴ്സസ് ഉണ്ടെങ്കിൽ നമുക്ക് ടോട്ടൽ ഫോഴ്സുകളുടെ സമ്മാണ് F1 + F2 + F3 + എക്സെട്ര Fn ഫോഴ്സുകൾ, ധാരാളം ഫോഴ്സുകൾ ഒരു പോയിന്റിൽ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ സം ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത് അതിൻ്റെ സമ്മ് ഈസ് ഈക്വൽ ടു 0 വരികയാണെങ്കിൽ അതിനെയാണ് ഇക്വലിബ്രിയം ഓഫ് കൺകറൻറ്റ് ഫോഴ്സസ് എന്ന് പറയുന്നത്. അത് ട്രാൻസ്ലേഷണൽ ഇക്വലിബ്രിയം, റൊട്ടേഷണൽ ഇക്വലിബ്രിയം കൂടി രണ്ടും കൂടെ എടുത്താൽ മാത്രമേ ഒരു വസ്തു ഇക്വലിബ്രിയത്തിലാണ് എന്ന് നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ.